വേടനെതിരെയുള്ള കഞ്ചാവ് കേസ് അന്വേഷണം സിനിമയിലേക്കും. വേടന്റെ മാനേജർക്ക് കഞ്ചാവ് കൈമാറിയത് സിനിമാ നടന്റെ സഹായി എന്നാണ് വിവരം. വേടന്റെ സംഗീത പരിപാടികൾ നിരീക്ഷണത്തിലായിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ ഉൾപ്പെടെ 9 പേരെ ജാമ്യത്തിൽ വിട്ടെങ്കിലും കഞ്ചാവ് എത്തിയ വഴിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. പ്രതികളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വേടന്റെ മാനേജർമാരിൽ ഒരാൾ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു. മലയാള സിനിമയിലെ ഒരു നടന്റെ മാനേജറാണ് ഇയാൾക്ക് ലഹരി വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയത്. ഇതുവഴിയാണ് വേടനിലേക്കും കഞ്ചാവ് എത്തിയത്. കഞ്ചാവ് വിൽപ്പനക്കാരൻ വഴി സിനിമാ മേഖലയിൽ കൂടുതൽ ആർക്കൊക്കെ ലഹരി എത്തുന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം വേടന്റെ സംഗീത പരിപാടികൾ നിരീക്ഷണത്തിലല്ലായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷണം തുടരുന്നുണ്ട്. ഇവരെവിടെയാണ് ഈ ഗഞ്ചാവ് വാങ്ങിയത്, മറ്റ് എന്തെല്ലാം ഉണ്ട് എന്നത് നമ്മൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പബ്ലിക്കിന് തന്നെ കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഗുണം ഒത്തിരി ഉണ്ട്. ആക്ച്വലി നേരത്തെ അത്ര ഇൻഫർമേഷൻ കിട്ടാറില്ല. അപ്പോൾ ഇത് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പോലീസിനെ അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. കേസിൽ എക്സൈസുമായി സഹകരിക്കാനാണ് പോലീസ് തീരുമാനം. പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ വേടൻ 2ാം പ്രതിയാണ്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.